നിങ്ങൾ ചെകുത്താൻ വേദം ഓതുന്നത് കേട്ടിട്ടുണ്ടോ? കണ്ടോളൂ. അതുപോലെ UN-ൽ ന്യൂക്ലിയർ വെപ്പണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കണ്ടം വഴി ഓടുന്ന ഇസ്രായേലിന്റെ UN അംബാസിഡറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വീഡിയോന്റെ അവസാനം വെക്കാം, അതും നിങ്ങൾ കണ്ടോളൂ. അതുപോലെ ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇസ്രായേലും US-ഉം ഇറാനികൾക്ക് ഇറാന്റെ റൂളറിനെ ഇഷ്ടമല്ല, അത് ചേഞ്ച് ചെയ്യണം, അവിടുത്തെ റിജീം ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഈ യുദ്ധം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ സ്റ്റേറ്റ്മെന്റിനെ അപ്പാടെ പൊളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വായിൽ നിന്നും ചാടിയിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ചെകുത്താൻ വേദം ഓതുന്നത് കേട്ടാലോ? ഇത് ചെകുത്താൻ വേദം ഓതുന്നതല്ല, പക്ഷെ അതുപോലെ വേറെ ഒന്നാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. If anyone needed an explanation of why Iran is the enemy of civilization and the enemy and the danger to the entire world, you got it in the last 48 hours. In the last 48 hours, they fired a terror weapon on civilians, on children. There's a children's nursery here. There's an old person's home here. Civilians, families, they fire terror weapons on civilians, and often they use cluster bombs, which are forbidden by international law. The second thing that they did is that they fired on Jerusalem right next to the holy places. They sent ballistic missiles that could have destroyed the Church of the Holy Sepulchre, the Al-Aqsa Mosque, and the Western Wall. The three holiest sites to the three monotheistic religions, they don't care. They're firing on everyone. The third thing they did is they fired an intercontinental ballistic missiles 4,000 kilometers right into Diego Garcia, the American-British base. They can reach now with these ballistic missiles everywhere in Europe, almost everywhere in Europe. I've been warning that for years. The fourth thing that they did is that they shut down the important maritime strait of Hormuz, trying to blackmail the world with oil terror blackmail. Four things that they're doing in 48 hours. And I ask the leaders of the world, the leaders of the free world, the leaders of the moderate states, what more are you waiting for? President Trump has correctly said that Israel, the United States and Israel in this great partnership, we're fighting the battle not only for ourselves, but for all of you. And he asked a simple question, where are you? And it's time to heed President Trump's call, his leadership and his vision, not merely for our sake, but for your sake. കേട്ടില്ലേ? അതായത് ഇറാൻ സിവിലൈസേഷന് ത്രെറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണമായിട്ട് ഒന്നാമത് പറഞ്ഞിട്ടുള്ളത്, അവർ ഇവിടെ അടിച്ചിട്ടുള്ളത് സിവിലിയൻസിനെയാണ്, കുട്ടികളെയാണ്. കുട്ടികൾ നിൽക്കുന്ന സ്ഥലങ്ങളിലാണ്, വയസ്സായ സീനിയർ സിറ്റിസൻസ് ഉള്ള ഓൾഡ് പീപ്പിൾ ഉള്ള സ്ഥലങ്ങളിലാണ് അവർ ഇറാൻ ഹിറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ നെതന്യാഹു പറയുന്നത്. അതായത് വിക്ടിം കാർഡ് ചെറുതായിട്ടൊന്ന് ഇറക്കി നോക്കുന്നതാണ്. ചോദിച്ചോട്ടെ, ആദ്യം നിങ്ങൾ അടിച്ചത്, അതായത് ഇസ്രായേൽ ഇറാനെ അടിച്ചത് എവിടെയാണ്? ഒരു സ്കൂളിലാണ്. ഏതാണ്ട് 170-ൽ കൂടുതൽ കുട്ടികൾ അവിടെ മരിച്ചു വീണു. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന, അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ സിവിലൈസേഷന് ത്രെട്ട് ആയിട്ടുള്ളത്? ഇസ്രായേലാണോ അതോ ഇറാനാണോ? രണ്ടാമത് പറഞ്ഞത് ഇന്റർനാഷണൽ ലോനെ ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ത്രെട്ട് ആണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് യൂറോപ്യന് ത്രെട്ടാണ് ഇറാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് 4000 കിലോമീറ്റർ ഇന്റർകോണ്ടിനെന്റൽ മിസൈൽ അയച്ചിട്ടുണ്ട് ഇറാൻ എന്നാണ്. ഇതിനൊക്കെ കാരണം ആരാണ്? യൂറോപ്പിന് ത്രെട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? യൂറോപ്പിന്റെ ഹെൽപ്പും കൂടി ഇവർക്ക് വേണം. കാരണം ഇവർ വിചാരിച്ചത് ഇവർക്ക് തുടങ്ങി അവസാനിപ്പിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഇറാൻ ഉള്ളൂ എന്നാണ് ഇവർ കരുതിയിരുന്നത്. പക്ഷേ കാര്യങ്ങൾ മാറി മറന്നു. ഇവർ വിചാരിച്ച പോലെയല്ല. ഇവർക്ക് ഒറ്റക്ക്, അതായത് US-നും ഇസ്രായേലിനും ഒറ്റക്ക് ഈ കാര്യം ചെയ്തു തീർക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യം ഇവർക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ട്രംപിന്റെ കാര്യം അറിയാം. ആദ്യം ഹെൽപ്പ് ഒന്നും വേണ്ട, ഞങ്ങൾ ഒറ്റക്ക് തീർക്കുന്നു പറഞ്ഞു, പിന്നെ ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി ഇപ്പോൾ ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളുമായിട്ട്. കാരണം ഇവർക്ക് ഒറ്റയ്ക്ക് ഇത് ഒരിക്കലും ഇനി അടിച്ചു തീർക്കാൻ സാധിക്കില്ല എന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് 5 ദിവസത്തെ സീസ് ഫയർ ഇട്ടു. ഇറാൻ അത് സമ്മതിച്ചില്ല. ഡീലിട്ടു, കുറച്ച് കണ്ടീഷൻസ് വെച്ചു. ആ കണ്ടീഷൻ ഒക്കെ അപ്പാടെ തള്ളിക്കളഞ്ഞു ഇറാൻ. തിരിച്ച് കുറച്ച് കണ്ടീഷൻസ് തിരിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടീഷൻസിന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് സീസ് ഫയർ ആക്കാം എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഒരു തരത്തിലും
ഇസ്രായേലിനോ US-നോ ഇറാനെ ഇപ്പോൾ തകർക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ വിക്ടിം കാർഡ് ഇട്ടിട്ടും മറ്റു കാര്യങ്ങൾ ഇട്ടിട്ടും ഇന്റർനാഷണൽ ലോനെ ബ്രേക്ക് ചെയ്യുന്നു. ആരാണ് ഇന്റർനാഷണൽ ലോനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെയോ US-നെയോ സപ്പോർട്ട് ചെയ്യാൻ ഒരു രാജ്യവും വരാത്തത്? അതിനുള്ള കാരണം ഈ യുദ്ധം തന്നെ തെറ്റായ ഒരു യുദ്ധമാണ്. നിങ്ങൾ തെറ്റായ ഒരു യുദ്ധം തുടങ്ങി വെച്ചതാണ്, ഇനി നിങ്ങൾ അനുഭവിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു രാജ്യവും ഈ ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത്. ഇനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു കളയാം. I tell you, we're winning so big, nobody's ever seen anything like we're doing in the Middle East with Iran. And they are negotiating, by the way, and they want to make a deal so badly, but they're afraid to say it because they figure they'll be killed by their own people. They're also afraid they'll be killed by us. There's never been a head of a country that wanted that job less than being the head of Iran. I don't want it. We listen to some of the things they say. We hear them very clearly. They say, I don't want it. We'd like to make you the next supreme leader. No, thank you. I don't want it. I agree with them 100%. ആള് വലിയ കൊമേഡിയൻ ആണെന്നാണ് ആളുടെ വിചാരം. എന്തായാലും അങ്ങേരുടെ വിചാരമല്ലേ, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഒരു നെഗോസിയേഷൻ നടത്തിയിട്ടുണ്ട്. ആ നെഗോസിയേഷൻ ഇറാൻ പറഞ്ഞിട്ടാണ് നെഗോസിയേഷൻ നടക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വലിയൊരു, അതായത് വിന്നിങ് US-ന് ഉണ്ട് എന്നും പറയുന്നുണ്ട്. എന്നാൽ അതേസമയം ഇറാന് അത് വലിയൊരു നാണക്കേടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇറാൻ തുറന്നു പറയാത്തത്. അതായത് അങ്ങനെ ഒരു നെഗോസിയേഷൻ നടന്നു, അങ്ങനെ ഒരു ഡീല് നടന്നു എന്നൊരു കാര്യം ഇറാൻ തുറന്നു പറയാത്തത് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്നാമതായിട്ട് ഇവർ പറഞ്ഞ കാര്യം, അതായത് US പ്രസിഡന്റ് പറഞ്ഞത്, ഈ കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലീഡേഴ്സിനൊക്കെ അവരുടെ രാജ്യത്തെ ജനങ്ങൾ തന്നെ തല്ലിക്കൊല്ലുമോ എന്ന് അവർക്ക് പേടിയുണ്ട് എന്നാണ് പറഞ്ഞത്. രണ്ടാമത് നമ്മൾ കൊല്ലുമോ എന്നുള്ള പേടിയാണ്. അവരുടെ രാജ്യത്തെ ആളുകൾ ആ ഒരു റൂളിനെ, അതായത് അവിടുത്തെ റിജീമിനെ ചേഞ്ച് ചെയ്യണം എന്നാണ് അവരുടെ ആഗ്രഹം എന്നാണ് US അന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ റൂളേഴ്സിന് ധൈര്യമായി പറയാം നമ്മളൊരു ഡീലിൽ എത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം. അവരുടെ ജനങ്ങൾ അവരെ അടിച്ചു കൊല്ലാനൊന്നും പോവില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചായതുകൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇവിടെ പറഞ്ഞു, ഈ ഒരു ഡീല് നടത്തി എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജ്യക്കാർ തന്നെ അവരെ തല്ലിക്കൊല്ലുമെന്ന്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ട്രംപ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരുടെ രാജ്യക്കാർ തന്നെ അങ്ങേരെ തല്ലിക്കൊല്ലും. അത് പേടിച്ചിട്ടാണ് ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഹെൽപ്പ് വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു, ആരെങ്കിലും സഹായിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു നടന്നു. ആരുടെയും സഹായം വേണ്ട, സീസ് ഫയർ വെച്ചു, സീസ് ഫയറും പൊളിഞ്ഞു, എല്ലാം പൊളിന് തവിട് പൊടിയായി നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡീല് നടന്നു, നെഗോസിയേഷൻ നടന്നു എന്ന് വീണ്ടും പറയുന്നു. ഇറാൻ ഇതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇറാൻ വീണ്ടും ഓരോ ദിവസവും അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നെഗോസിയേഷൻ നടന്നു, സീസ് ഫയർ നടന്നു എന്ന് പറഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാൻ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് UN-ൽ നിന്നും ഇസ്രായേലിന്റെ അംബാസിഡർ ഇറങ്ങി ഓടുന്ന ദൃശ്യം അതൊന്ന് കണ്ടോളയാം. Why Israel has the right to acquire nuclear weapons, but no other Middle Eastern countries has that same right? Thank you. One should ask himself about every nation who is bringing stabilization to the area and who is bringing chaos. Israel is a stabilizing force in the region. We want peace. Thank you. Question about nuclear capability. I did. Thank you. കണ്ടല്ലേ, അതായത് ഇസ്രായേലിന് ഉള്ള റൈറ്റ് എന്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക്, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് കിട്ടുന്നില്ല, ന്യൂക്ലിയർ വെപ്പൺ പൊസസ് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് ചോദിച്ചാണ്. അപ്പോൾ പറഞ്ഞത് ഇസ്രായേൽ എന്ന് പറയുന്നത് സ്റ്റെബിലൈസിങ് ഫോഴ്സ് ആണ്, അതായത് ആ ഏരിയയിലെ സ്റ്റെബിലൈസിങ് ഫോഴ്സ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റെബിലൈസിങ് കണ്ടു, പല രാജ്യങ്ങളെയും വെറുതെ ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്. സ്റ്റെബിലൈസിങ്, ആ ഏരിയ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ഫോഴ്സ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? വെറുതെ ഇരുന്ന് ഇറാനെ പോയി ചൊറിഞ്ഞു, അവിടെ പോയി 1-2 മിസൈൽ ഇട്ടതാണ്, തിരിച്ചടി കിട്ടാൻ തുടങ്ങി. അവിടെ മാത്രമല്ല, ഈ ഒരു പ്രശ്നം കൊണ്ട്, അതായത് ഇറാൻ വേഴ്സസ് US ഇസ്രായേൽ വാർ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഗ്ലോബലി ആണ് ഇതിന്റെ സ്റ്റെബിലൈസേഷൻ, അതായത് ഗ്ലോബൽ സ്റ്റെബിലിറ്റി വരെ തകർന്നിട്ടുണ്ട് ഇപ്പോൾ.
കാരണം എനർജി നോക്കട്ടെ, എനർജി സെക്ടറിലൊക്കെ ആകെ പ്രശ്നമാണ്. അതുപോലെ ഫിനാൻഷ്യൽ ആവട്ടെ, എല്ലാ സെക്ടറിലും അടി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അൺസ്റ്റെബിലൈസ് ചെയ്തത് ആരാണ്? ഇസ്രായേലാണ്. വീണ്ടും അതേ ചോദ്യം ചോദിച്ചപ്പോൾ ഇറങ്ങി ഓടുന്നത് കണ്ടില്ലേ? ഈ കണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ തെച്ചും ഉണ്ടാക്കിയിട്ടും അവര് പറയുന്ന കേട്ടില്ലേ, ഞങ്ങളാണ് സ്റ്റെബിലൈസിങ് ഫോഴ്സ്, അതുപോലെ നമ്മൾ ഇവിടെ പീസ് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് ഉള്ള പീസൊക്കെ അടിച്ച് തകർത്തിട്ടാണ് പറയുന്നത് നമ്മളിവിടെ പീസാണ് കൊണ്ടുവരാൻ പോകുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ട് നിങ്ങൾ എന്ത് പീസ് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്.